കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. വിദേശത്തുള്ള മിഥുന്റെ അമ്മ എത്തിയതിനു ശേഷമാകും സംസ്കാര ചടങ്ങുകൾ. അതേസമയം സംഭവത്തിൽ തേവലക്കര ബോയ്സ് സ്കൂളിൽ വൻ പ്രതിഷേധം അലയടിച്ചു. നാട്ടുകാരും BJP പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ജില്ലയിൽ നാളെ ABVP വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തു. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം, കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് ഇതിനകം ശക്തമായി കഴിഞ്ഞത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് സ്കൂളിൽ പ്രവർത്തനം. ഇത്തരത്തിലുള്ള പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായത്. വൈദ്യുതി ബോർഡിന് ഇത്തരത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു, വലിയ അനാസ്ഥ സംഭവിച്ചു. ഈ അനാസ്ഥയ്ക്കെതിരെ കൃത്യമായ നടപടികൾ നേരത്തെയും നടപടികൾ ഉണ്ടായിട്ടില്ല. അനാസ്ഥകൾ ആവർത്തിച്ചപ്പോഴും നടപടികൾ ഉണ്ടായിട്ടില്ല. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഫിറ്റ്നസ് അടക്കം നൽകിയത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇതിനകം ഉയർന്നു കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് മാനേജ്മെൻറ്റിനെതിരെ ശക്തമായത്. ഇപ്പോഴും ശക്തമായ പ്രതിഷേധം തന്നെയാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള അമ്മ എത്തിയതിന് ശേഷം നാളെയായിരിക്കും കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാടൊന്നാകെ ഈ ദാരുണമായ സംഭവത്തിൽ തേങ്ങുകയാണ്. ബന്ധപ്പെട്ടവരുടെ സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയ്ക്ക് ഒരു ഇരകൂടി എന്നുള്ള വിലയിരുത്തലാണ്, വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇങ്ങനെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം, ജീവനുകൾ പൊലിയുമ്പോൾ മാത്രം ഇത്തരം സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും വിശദമായി പഠിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പതിവ് ശൈലി ഒഴിവാക്കണം. ഒരു കുഞ്ഞിനും ഒരു ജീവനും ഇത്തരത്തിൽ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള വിലയിരുത്തലാണുള്ളത്. ഇപ്പോൾ മനോജ് ചേരുകയാണ്. മനോജ്, വലിയ പ്രതിഷേധമാണ് സംഭവത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ദാരുണമായ ഈ ഒരു സംഭവത്തിൽ പരസ്പരം പഴിചാരുന്ന സമീപനമാണ് വിദ്യാഭ്യാസ വകുപ്പും വൈദ്യുതി ബോർഡും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിദേശത്ത് നിന്നും നാളെ അമ്മ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മനോജ്? തീർച്ചയായും KP അമ്മയെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിഥുൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്നാണ് മിഥുൻ സ്കൂളിലേക്ക് എന്നും എല്ലാ ദിവസവും പോകുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ്. അത്തരത്തിൽ ഒരു രാവിലെ യാത്ര ചെയ്ത ശേഷം അവിടെ സ്കൂളിലേക്ക് എത്തി പിന്നീടാണ് ഈ ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ വീട്ടിലെല്ലാവരും തന്നെ അതീവ വിഷമത്തിൽ, അതായത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ നമുക്കറിയാം നാട്ടുകാരെല്ലാം എവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ ഉള്ളവരും, ഈ സഹോദരനുണ്ട് ഇതിനൊരു അമ്മയെ ഈ വിവരം അറിയിക്കാൻ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് വിദേശത്താണ്, അതുകൊണ്ട് തന്നെ ഒരു ജോലി സംബന്ധമായിട്ടുള്ള യാത്രയിലായിരുന്നു. ആദ്യഘട്ടത്തിലൊന്നും അറിയിക്കാൻ സാധിച്ചില്ല. പിന്നീട് മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടാണ് പിന്നീട് അമ്മയെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളത് കാര്യം നാട്ടുകാരും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നാട്ടുകാരെല്ലാം ഉണ്ട്. ഈ വീടിൻ്റെ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടെ അയൽവക്കത്തുള്ള ബാക്കി എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനൊരു സഹോദരനാണുള്ളത്. അതോടൊപ്പം തന്നെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട ഒരു മിഥുൻ. അതോടൊപ്പം ഈ അനാസ്ഥ കൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതായത് രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഒരു പ്രതിഷേധം, എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധം. എന്തായാലും ഇപ്പോൾ ഈ നാട്ടുകാരും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ അമ്മയെ അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുട്ടിയുടെ അമ്മ വിദേശത്തായിരുന്നല്ലോ, അപ്പോൾ അറിയിക്കാൻ പറ്റിയ കുവൈറ്റിലായിരുന്നു. ഇപ്പോൾ അവർ അതുമായിട്ട് ആ കുവൈറ്റിലെ മുതലാളി നേരെ തുർക്കിയിൽ പോയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അറിയിക്കാൻ മാർഗ്ഗമില്ലായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരനുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് അവിടുന്ന് വരുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി. മുരളീധരൻ വഴി അതെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വീട്ടിലിപ്പം മിഥുനൊരു സഹോദരനും കൂടെ ഒരു അനിയനുണ്ട്. ഇങ്ങനെ ദാരുണമായിട്ടുള്ളൊരു സംഭവം. അതുപോലെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു ഈ പയ്യൻ.
അന്വേഷിച്ചാൽ മനസ്സിലാവും. ഏറ്റവും നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ക്ലാസ്സിൽ ഫസ്റ്റാണ്. നിലവിലെ ഈ ഒരു സാഹചര്യം നമുക്കറിയാം, വലിയ പ്രതിഷേധം ഈ സ്കൂളിനെതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആ സ്കൂളിൻ്റെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനൊന്നും ഈ അധികാരികൾ, പഞ്ചായത്തിൻ്റെ അധികാരികളാവട്ടെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അധികാരികളാവട്ടെ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ടടുത്താണ്. അവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ അടുത്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപൻ എന്ന് പറയുന്ന കക്ഷിയുടെ വീട്. അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ ഭരിക്കുന്നത് മൊത്തം ആ സ്കൂൾ ഭരിക്കുന്നത് CPM-ൻ്റെ നിയന്ത്രണത്തിലാണ്, പൂർണ്ണമായിട്ട് CPM-ൻ്റെ നിയന്ത്രണത്തിലാണ്. അവരുടെ ഭാര്യയാണ് അവിടുത്തെ അധ്യാപകർ, മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള യാതൊരുവിധ വിറ്റ്നസ്സും ഇല്ലാതെ സർക്കാരിൻ്റെ ഒരു അഴിഞ്ഞാട്ടം പോലെ, അതായത് ഒരു കാര്യത്തിനകത്ത് നിയന്ത്രണവും ഇല്ലാതെ നടത്തിയതിൻ്റെ ഫലമാണ് ഈ ദാരുണമായ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളിയിൽ നിന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഈ അമ്മ വന്നതിന് ശേഷം ആയിരിക്കുമല്ലോ സംസ്കാര ചടങ്ങ്. അത് ഏത് ദിവസത്തേക്കാണെന്ന് വല്ലതും അത് അവർ തീരുമാനിക്കാൻ വേണ്ടി നമുക്കറിയാൻ പറ്റും. അത് അവിടുന്ന് അവർ എപ്പോൾ വരും അതിൻ്റെ അനുസരിച്ചായിരിക്കും ഇവിടെ നടക്കുന്നത്. എന്തായാലും അതുതന്നെയാണ്. നമ്മളിപ്പോൾ ഈ വീടിന് സമീപം നിൽക്കുമ്പോൾ ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. മിഥുനെ അറിയുന്നതായിട്ടുള്ള ഒരുപാട് പേർ. അപ്പോൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്, പഠിക്കാൻ മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ നാടിൻ്റെ അഭിമാനമായി മാറേണ്ട ഒരു വിദ്യാർത്ഥിയാണ്. ഇത്തരത്തിലൊരു അധികൃതരുടെ അനാസ്ഥ മൂലം ആ വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിരവധി പേർ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ മിഥുൻ്റെ അമ്മയുമായി ആദ്യം ഈ വിവരം അറിയിക്കുവാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നടന്നിരുന്നില്ല. കുവൈറ്റിൽ നിന്നും തുർക്കിയിലേക്ക് പോകുമ്പോഴായിരുന്നു, അതായത് യാത്രയിലായിരുന്നു അമ്മ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വിവരം അറിയിച്ചിട്ടുണ്ട്. അമ്മയെ നാട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള മറ്റ് ശ്രമങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും അമ്മ വന്നതിന് ശേഷമാകും മറ്റ് ചടങ്ങുകളെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ നാട്ടുകാരൊക്കെ തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിന് മുന്നിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. അതിനുശേഷം ആശുപത്രികളിലെ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ആശുപത്രിയിലെ കാര്യങ്ങൾക്കൊക്കെ തന്നെ അവിടെയൊക്കെ എത്തിയിരുന്നത്. എന്തായാലും ഈ വീടിന് മുൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഈ പ്രദേശത്ത് നിന്നും ഒരു നാടിൻ്റെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് മിഥുൻ സ്കൂളിലേക്ക് വന്നത്. അത്തരത്തിൽ ഒരു അഭിമാനമായി തീരേണ്ട ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്കാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്കൂൾ അധികൃതരുടെ അനാസ്ഥയിൽ അവിടെ തന്നെ വ്യക്തമാണ്. അവരൊക്കെ തന്നെ ഈ കൃത്യമായ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ, സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി അവർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മിഥുനെ ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു, ഈ വീട്ടിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവരുടെയൊക്കെ ഹൃദയം, അതായത് ആ ഹൃദയവേദനയോട് കൂടിയുള്ള ആ ഒരു സംസാരമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അവരൊക്കെ തന്നെ ഓരോരുത്തരും ഇങ്ങനെ മിഥുൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ആ വീടിനുള്ളിലേക്ക് തന്നെ നമുക്ക്, അതായത് വീടിന് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യമൊക്കെ അറിയാം. ഇവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് അതറിയാം. അതായത് ഒരു വിദ്യാർത്ഥി ഒരു നാടിനെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. ആ വിദ്യാർത്ഥിയിൽ ഈ നാട്ടുകാർക്ക് എത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീടിന് പുറത്തും അതുപോലെ തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ കാര്യങ്ങളിൽ കൃത്യമായും ഇടപെട്ടുകൊണ്ട്, അതായത് ഈ അനാസ്ഥയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് അവർ ഈ വീട്ടിലേക്കടക്കം എത്തിയിട്ടുള്ളത്. എന്തായാലും BJP നേതാക്കളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ ആളുകൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, രാജീവ് പ്രസാദ്. നേരത്തെ തന്നെ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ നേരത്തെ ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടത്തിയതിൻ്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്തു. എന്നാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇത് കൃത്യമായിട്ടുള്ളൊരു നടപടി തന്നെയാണ് ഇതിലാവശ്യം. തീർച്ചയായിട്ടും. കാരണം ഇനി ഒരു കുഞ്ഞിന് ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടാകരുത്. കാരണം നമ്മുടെ സ്കൂളിൻ്റെയും KCB-യുടെയൊക്കെ അനാസ്ഥ മൂലമാണ് ഈ കുട്ടി മരണപ്പെട്ടത്. നമുക്കറിയാം, ഇവിടെ ഈ
ഈ വീടിൻ്റെ സാഹചര്യം തന്നെ നോക്കാം. അതിൻ്റെ അമ്മ ഉപജീവനത്തിന് വേണ്ടി അന്യരാജ്യത്ത് കഷ്ടപ്പെടുന്നു, അച്ഛൻ കൂലിപ്പണി, 2 ആൺമക്കളാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സാഹചര്യത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഇനി കേരളത്തിലൊരു കുട്ടിക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് അതിന് ശക്തമെതിരെ ആരായാലും അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. തന്നെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ വരുന്നുണ്ട്. അതായത് മാനേജ്മെൻറ്റിന് ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ KSEBിയുടെ അനാസ്ഥയാണെന്നുള്ള രീതിയിൽ ഒരു വശത്ത് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഭരണകക്ഷികളുടെ ഭാഗത്തുനിന്ന് തന്നെ ആ സമീപനം, അതായത് CPMൻ്റെ ഒരു നിയന്ത്രണത്തിലുള്ളത് കൊണ്ടാണോ ഇങ്ങനെ? അല്ല, നമുക്കറിയില്ല, സ്കൂളിൽ തന്നെ പല അവിടുത്തെ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ആ നാട്ടുകാരടക്കമുള്ളവർ സ്കൂളിന് അധികൃതരോട് ഇക്കാര്യം സംസാരിച്ചു. അതേപോലെ തന്നെ PTA സംസാരിച്ചു. എന്നിട്ട് പോലും അത് ഗൗരവമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിരന്തരമായിട്ടുള്ള വീഴ്ചയുടെ ഫലമാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവാൻ കാരണം. ഇത്തരം വലിയ വീഴ്ച തന്നെയാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ വിമർശനം, വലിയ പ്രതിഷേധവുമാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്.